ഹായ് ദാസ്മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായി. അതായത് വിജയുടെ സിനിമ ജനനായകനായിട്ട് ബന്ധപ്പെട്ട് വിജയുടെ സിനിമ പെട്ടിയിലാക്കാൻ നീക്കം എന്നുള്ള രീതിയിൽ ഒരു ടൈറ്റിലോട് കൂടി ഞാൻ സിനിമ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം കയറിപ്പോയി, വ്യൂസ് വന്ന്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ പെട്ടിയിലാക്കാനുള്ള നീക്കം അത് ഏകദേശം ഉറപ്പായി എന്നുള്ളതാണ്. അതായത് ഒരു ഇലക്ഷൻ പ്രമാണിച്ച് ആണ് ഈ ഒരു സിനിമ ഒരു അജണ്ട വെച്ചാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് വിജയ് ഇത് ഇറക്കിയിട്ടുള്ളതെങ്കിൽ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറങ്ങിയുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് പൊട്ടാത്തൊരു പടക്കം പോലെ അത് വെറുതെ ചീറ്റിപ്പോകാനേ വഴിയുള്ളൂ. കാരണം ഈ സിനിമ ഒരു സെൻസറിങ്ങിന് മുമ്പ് അവർ ഈ സിനിമയെ എങ്ങനെയാണ് ഉപയോഗിക്കാനിരുന്നത്, ആ ഉപയോഗം സെൻസർ ബോർഡ് തടയിട്ടുവെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ സെൻസർ ബോർഡോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനെ ഇറക്കാതിരിക്കുകയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഈ സിനിമ ഇലക്ഷന് ശേഷം ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഏപ്രിൽ 30 കാനഡയിലേക്ക് ഈ സിനിമ റിലീസ് വെച്ചിരുന്നതാണ്. പക്ഷേ ആ റിലീസെല്ലാം മാറ്റി വെച്ചിരിക്കുന്നു. അതായത് ഈ KVN പ്രൊഡക്ഷൻസ് ഈ സെൻസറിങ് ബോർഡായിട്ടുള്ള കേസ് പിൻവലിച്ച ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു സെൻസറിങ് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ കേസെല്ലാം പിൻവലിച്ച് കോടതി വ്യവഹാരങ്ങളിലേക്ക് വീണ്ടും സിനിമ പോയിട്ട് വീണ്ടും വൈകാനുള്ള ചാൻസ് കൂടും. ഇലക്ഷൻ കഴിഞ്ഞാലേ പിന്നെ സിനിമ ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് വിജയുടെ അവസാന സിനിമ എന്ന നിലയിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നും കൂടി കൺഫേം ആയത് ഒരു പട്ടാളക്കാരുടെ രംഗങ്ങൾ ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് ആ രംഗങ്ങൾ വീണ്ടും റിവേഴ്സിങ്ങിന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കാണണമെന്നും പറഞ്ഞപ്പോഴേ നമുക്ക് ഏകദേശം ഉറപ്പായി ഈ സിനിമയെ തടയാനുള്ള എല്ലാ നീക്കങ്ങളും വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ തുടർച്ചയെന്നോണം ഏപ്രിൽ 30 സിനിമ ഇറങ്ങും എന്നുള്ള ഒരു അപ്ഡേറ്റ് വരികയും എന്നാൽ ആ സിനിമകൾ ഇനി ഇറങ്ങുന്നില്ല എന്ന രീതിയിലേക്ക് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സിനിമ ഒരു തരത്തിലും ഇറക്കില്ല എന്നുള്ള വാശി, അതായത് പെട്ടിയിലാക്കുന്നതിന് തുല്യമായ അവസ്ഥയിലേക്ക് സിനിമയെ കൊണ്ടെത്തിക്കും. അതായത് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഈ വിജയ് ഒരു പ്രൊപ്പഗണ്ടയായിട്ട് ഈ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് ശേഷം ഇറങ്ങിയാൽ അത് ഏശാത്ത രീതിയിലേക്ക് ആ സിനിമയുടെ കണ്ടന്റ് അത് വെറുതെ നനഞ്ഞ പടക്കമായി മാറും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ സിനിമ ഇറക്കാതിരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ബോധപൂർവമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസറിങ് വിഷയം അല്ലെങ്കിൽ സെൻസർ ബോർഡ് കണ്ടുകൊണ്ടാണോ എന്ന് പരിശോധിക്കുമ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരുപാട് സിനിമകൾ, കേരള സ്റ്റോറി ആണെങ്കിലും ലൂസിഫർ ആണെങ്കിലും, ഈ സിനിമകളിലൊക്കെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ ആ ഒരു സിനിമയെ റിലീസിന് അനുവദിക്കുകയും ലൂസിഫർ പോലുള്ള സിനിമകൾക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഈ വിജയ് ഇലക്ഷൻ BJPയും അല്ലെങ്കിൽ DMK ഭാഗമാവുന്ന ഒരു ഇലക്ഷൻ ഇതുപോലൊരു സിനിമ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ ഈ സിനിമയ്ക്ക് തടയിടുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടക്കാത്ത ഒരു പ്രവണത, ഒരു പുത്തൻ പ്രവണത, സിനിമകളെ പൊളിറ്റിക്കലി കണ്ട് സിനിമകളെ എതിർക്കുന്നൊരു പ്രവണത ഇന്ത്യയിൽ കൂടി വരുന്നത്, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജനനായകൻ എന്ന സിനിമ. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഇറങ്ങാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇവിടെ കുറിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.